ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ, CMO ദീപം ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ട്രൈജിമിനൽ ന്യൂറാൾജിയനെ പറ്റി. അപ്പോൾ അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് നമ്മൾ ട്രൈജിമിനൽ നെർവ് എന്തുവാണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. മനുഷ്യന് 12 ക്രേനിയൽ നെർവ്സാണ്, എന്ന് പറഞ്ഞാൽ തലച്ചോറിൽ നിന്ന് നേരിട്ട് വരുന്ന നെർവ്സ്. ബാക്കിയുള്ളത് സ്പൈനൽ നെർവ്സാണ്, 12 പെയർ ക്രേനിയൽ നെർവ്സ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം സ്പൈനൽ കോഡ് വഴി ഇപ്പോൾ കൈക്കും കാലിനും വയറിനും തോറാക്സിനും ഒക്കെ ഉള്ളത് സ്പൈനൽ നെർവ്സാണ്. ഈ 12 ക്രേനിയൽ നെർവ്സിൽ 5ാമത്തെ ക്രേനിയൽ നെർവ്, അത് മനുഷ്യരുടെ ഏറ്റവും വലിയ ക്രേനിയൽ നെർവാണ്. 5ാമത്തെ ക്രേനിയൽ നെർവാണ് ട്രൈജിമിനൽ നെർവ് എന്ന് പറയുന്നത്. അപ്പോൾ 5th ക്രേനിയൽ നെർവ്. അപ്പോൾ ഇതിന് 3 ബ്രാഞ്ചുകളാണ്. അപ്പോൾ ട്രൈജിമിനൽ നെർവിന് 3 ബ്രാഞ്ചുകളാണ്. ഒന്ന് ഒപ്താൽമിക് ബ്രാഞ്ച്, മാക്സിലറി ബ്രാഞ്ച്, മാൻഡിബുലാർ ബ്രാഞ്ച്. ഒപ്താൽമിക് ബ്രാഞ്ച് സപ്ലൈ ചെയ്യുന്ന ഭാഗങ്ങളാണ് ഈ കണ്ണിന് ചുറ്റും, നെറ്റി, ഇത്രയും ഭാഗങ്ങൾ. മാക്സിലറി ബ്രാഞ്ച് സപ്ലൈ ചെയ്യുന്നത് ഇത്രയും ഭാഗങ്ങൾ. ഇത് മാൻഡിബുലാർ ബ്രാഞ്ച് സപ്ലൈ ചെയ്യുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഇത് സെൻസറി നെർവുമാണ്. ചിലയിടത്ത് ഇത് മോട്ടോർ നെർവായിട്ടും ആക്ട് ചെയ്യും. അപ്പോൾ മോട്ടോർ നെർവിൻ്റെ കാര്യം നമുക്കിവിടെ പ്രസക്തിയില്ല. ഈ ഭാഗത്തെ സെൻസേഷൻ എല്ലാം കിട്ടുന്നത് ഈ ട്രൈജിമിനൽ നെർവ് വഴിയാണ്. അതിൻ്റെ 3 ബ്രാഞ്ചുകളാണ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പോൾ ഈ ട്രൈജിമിനൽ നെർവിനെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമുക്ക് എന്തുവാണ് ഈ ട്രൈജിമിനൽ ന്യൂറാൾജിയ എന്ന് മനസ്സിലാക്കാം. ഈ ചില ട്രിഗർ ഫാക്ടേഴ്സ് കാരണം ഈ ട്രൈജിമിനൽ നെർവ് സപ്ലൈ ചെയ്യുന്ന ഭാഗത്ത് ഷോക്ക് ഏൽക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ സഡനായിട്ട് സിവിയർ പെയിൻ വരുന്നു. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും സ്റ്റാബിങ് പെയിൻ പോലെയൊക്കെ ഇരിക്കും, നല്ല എന്തെങ്കിലും വെച്ച് കുത്തുന്നത് പോലെയൊക്കെയുള്ള ഭയങ്കര വേദന. അത് ഒരു 2 സെക്കൻഡ് മുതൽ ഒരു കുറച്ച് മിനിറ്റുകൾ വരെയൊക്കെ ചിലപ്പോൾ നീണ്ടു നിൽക്കാം. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ അങ്ങ് മാറുകയും ചെയ്യും. അപ്പോൾ ഇത് വീണ്ടും ഈ ട്രിഗർ ഫാക്ടേഴ്സ് വരുമ്പോൾ വീണ്ടും ഉണ്ടാകും. അങ്ങനെ ഒരു ദിവസം ചിലപ്പോൾ ഇദ്ദേഹത്തിന് ഒരു 50 പ്രാവശ്യമൊക്കെ ഈ ട്രൈജിമിനൽ ന്യൂറാൾജിയ ഉണ്ടായി എന്നിരിക്കാം. ഇത് സാധാരണ വരുന്നത് 2ഉം 3ഉം ബ്രാഞ്ചുകൾക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിലറി ആൻഡ് മാൻഡിബുലാർ ബ്രാഞ്ച്. ഈ ഒപ്താൽമിക് ബ്രാഞ്ചിന് വരാൻ പാടില്ലെന്നില്ല, എങ്കിലും അത് വളരെ റെയറാണ്. മിക്കവാറും ഇത് യൂണിലാറ്ററലാണ്. വളരെ വളരെ റെയറായിട്ട് ഇത് ബൈലാറ്ററലായിട്ടും വരാം. സാധാരണ ഇത് മിഡിൽ ഏജിലാണ് ഇത് തുടങ്ങുന്നത്, പക്ഷേ ഓൾഡ് ഏജിലും ഇത് കാണാറുണ്ട്. കുട്ടികളിൽ ഇത് അധികം കാണാറില്ല. ഇനി നമുക്ക് എന്താണ് ഈ ട്രിഗർ ഫാക്ടേഴ്സ് എന്ന് ഒന്ന് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ബൈക്കിൽ പോകുമ്പോഴും മുഖത്ത് കാറ്റടിക്കും, അതൊരു ട്രിഗർ ഫാക്ടറാണ്. ചിലപ്പോൾ നമ്മൾ മുഖത്ത് വെള്ളം തളിക്കുന്നു, അതും ഒരു ട്രിഗർ ഫാക്ടർ. അല്ലെങ്കിൽ സംസാരിക്കുന്നു, നല്ലപോലെ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുന്നു, ഇതെല്ലാം ട്രിഗർ ഫാക്ടേഴ്സാണ്. ചിലപ്പോൾ നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ അതൊരു ട്രിഗർ ഫാക്ടറാണ്. മുഖത്തിങ്ങനെ തൊടുമ്പോൾ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ട്രിഗർ ഫാക്ടേഴ്സിൻ്റെ ഉദാഹരണം പറഞ്ഞെന്നുള്ളതിൽ എന്ത് വേണേലും ഇതിൻ്റെ ട്രിഗർ ഫാക്ടർ ആകാം. ഇനി ഇതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ട്രൈജിമിനൽ നെർവിൻ്റെ പാതയിൽ എവിടെയെങ്കിലും ഒരു കംപ്രഷൻ വരിക. അപ്പോൾ ഈ കംപ്രഷൻ വരുമ്പോൾ ആ ഭാഗത്തെ ആവരണം, ഈ നെർവിൻ്റെ ആവരണത്തിന് മൈലിൻ ഷീറ്റ് എന്ന് പറയും. ഈ മൈലിൻ ഷീറ്റ് നഷ്ടപ്പെടും. അപ്പോൾ ആ ഭാഗം ഓവർ സെൻസിറ്റീവ് ആകും. അപ്പോൾ ഈ ഹൈപ്പർ എക്സൈറ്റേഷനാണ് ഈ ട്രൈജിമിനൽ ന്യൂറാൾജിയയുടെ പ്രധാന കാരണം. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനായിട്ട് ചിലപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ബ്ലഡ് വെസലാകാം ഈ കംപ്രഷൻ വരാനുള്ള കാരണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ട്യൂമർ ആകാം. അതുപോലെ ട്രൈജിമിനൽ നെർവിനുള്ള എന്തെങ്കിലും ഒരു ഇഞ്ചുറി ആകാം, എന്തെങ്കിലും ട്രോമ, അതുകൊണ്ടും ഈ ട്രൈജിമിനൽ ന്യൂറാൾജിയ വരാം. ചില ഇൻഫെക്ഷനും ഇതിന് പറഞ്ഞു കേൾക്കാറുണ്ട്, ചില ഇൻഫെക്ഷൻ കൊണ്ടും ഈ ട്രൈജിമിനൽ ന്യൂറാൾജിയ വരാം. അതുപോലെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. അപ്പോൾ ഇതൊക്കെയാണ് അറിയപ്പെടുന്ന കാരണങ്ങൾ. ചിലപ്പോൾ ഇത് ഒരു കാരണവുമില്ലാതെയും ഈ ഡീമൈലിനേഷൻ വരാം. അതിന് പ്രൈമറി ട്രൈജിമിനൽ ന്യൂറാൾജിയ എന്ന് പറയും.
ഈ കാരണങ്ങളുള്ള ടൈപ്പ് ട്രൈജിമിനൽ ന്യൂറാൾജിയനെ സെക്കൻഡറി ട്രൈജിമിനൽ ന്യൂറാൾജിയ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഡയഗ്നോസിസ്, ഏറ്റവും പ്രധാന ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹിസ്റ്ററി തന്നെയാണ്. ഈ ടിപ്പിക്കൽ ഹിസ്റ്ററി നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഡയഗ്നോസ് കിട്ടും. പിന്നെ ഒരു തറോ CNS എക്സാമിനേഷൻ, MRI സ്കാനിങ്, CT സ്കാനിങ്, ഇതെല്ലാം ഇതിൻ്റെ ഡയഗ്നോസ് വെച്ചിട്ട് നമുക്ക് വേറുള്ള കാര്യങ്ങളൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, നമ്മൾ ഏറ്റവും പ്രധാനം അവോയ്ഡ് ചെയ്യാവുന്ന ട്രിഗർ ഫാക്ടേഴ്സ് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുക. ചിലർ ഈ മേൽപ്പറഞ്ഞ ട്രിഗർ ഫാക്ടേഴ്സിൽ ചിലതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. മരുന്നായിട്ട് സാധാരണ ഈ കോട്ടിനൊക്കെ കൊടുക്കുക, ഫിറ്റ്സൊക്കെ വരുമ്പോൾ കൊടുക്കുന്ന മരുന്നുകളാണ് സാധാരണ ഇതിന് കൊടുക്കുന്നത്. ഇതൊരു ചെറിയ ഡോസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പതുക്കെ പതുക്കെ കൂട്ടി പേഷ്യൻറ്റിന് സാറ്റിസ്ഫാക്ടറി ആകും വരെ നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ കൂട്ടിയിട്ട് ആ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്ന ആൻറ്റി കൺവൾസൻ്റ് ഡ്രഗുകൾ ഈ കാർബാമെസപ്പിൻ പോലുള്ള മരുന്നുകളാണ്. പിന്നെ മസിൽ റിലാക്സൻ്റ് ആയിട്ടുള്ള മരുന്നുകൾ ചിലപ്പോൾ കൊടുക്കാറുണ്ട്. പെയിൻ കില്ലേഴ്സ് അത്ര പ്രയോജനപ്പെടാൻ ഇല്ല എങ്കിലും അതും കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ മരുന്നുകളെല്ലാം ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനിൽ നമ്മൾ ഇത് കഴിക്കാവുള്ളൂ. അല്ലാതെ നമ്മൾ കടയിൽ പോയി കോട്ടിനുള്ള മരുന്നൊന്നും മേടിച്ച് കഴിക്കരുത്. ഇനി ചില സർജറികളുണ്ട്, മൈക്രോവാസ്കുലർ ഡീകംപ്രഷൻ സർജറി. ഇതിൽ നമ്മളിപ്പോൾ ഒരു ബ്ലഡ് വെസലാണ് ഇതിൻ്റെ ഡീമൈലിനേഷൻ്റെ ഒരു കാരണം ആയിട്ട് കാണുന്നതെങ്കിൽ ഈ ബ്ലഡ് വെസൽ അവിടെ നിന്ന് നെർവുമായിട്ടുള്ള ആ കോണ്ടാക്റ്റ് മാറ്റിയിട്ട് ആ ഭാഗത്ത് എന്തെങ്കിലും ഫേഷ്യൽ ഷീറ്റുകൾ വെച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താവുന്നതാണ്. അപ്പോൾ ബ്ലഡ് വെസലിനും കുഴപ്പമില്ല, നെർവിനും കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലും ട്യൂമേഴ്സാണ് ഇതിന് കാരണമെങ്കിൽ ആ ട്യൂമേഴ്സിന് വേണ്ട സർജറി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ട്രൈജെമിനൽ ന്യൂറാൾജിയനെ പറ്റി ഇത്രയൊക്കെ പറയാനുള്ളൂ. ഈ വീഡിയോ ഒന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.